ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ പതിവ് പോലെ തന്നെ ബിറ്റ്കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്താം. എപ്പോഴും നിങ്ങളുടെ അനാലിസിസ് വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനാലിസിസ് നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. സോ അധികം സമയം വേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $2.43 ട്രില്യൺ. ഒരു 0.04% ഡിക്രീസ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഒരു $65.99 ബില്യൺ ആയിട്ട് അത് ഉയർന്നിട്ടുണ്ട്. ഒരു 2.05% ഇൻക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസും ചെറിയ രീതിയിൽ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഡൊമിനൻസ് 53.72% ബിറ്റ്കോയിൻ ഡൊമിനൻസ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ആ ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം അവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 ഹവറായിട്ട് 0.35% ഒരു മൂവ്മെൻറ്റ് മാത്രമേ ബിറ്റ്കോയിന് സംഭവിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 1 ഹവറായിട്ട് 0.07% ഇൻക്രീസ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സോ വളരെ ചെറിയ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ബിറ്റ്കോയിന് സംഭവിച്ചിട്ടുള്ളൂ. ബിറ്റ്കോയിൻ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു രീതി, അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ മാത്രമല്ല, ബാക്കിയുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യങ്ങൾ എടുത്താലും കഴിഞ്ഞ 24 ഹവറായിട്ടും അതിൽ ഇന്നത്തെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇതുവരെയായിട്ട് ഒരു ഓൾട്ട് കോയിൻസിൽ സംഭവിച്ചിട്ടില്ല. മൊത്തത്തിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിട്ടോ അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടോ ഉള്ള സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് ഒരു 65 ഒരു ഗ്രീഡ് സിറ്റുവേഷനിലേക്ക് പതുക്കെ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നീങ്ങുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. ഒരു ടോക്കണുകളുടെയും പ്രൈസിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രേഡ് സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു നോൺ KYC എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ബിങ്എക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. ബൈനാൻസ്, ബൈബിറ്റ് ഒക്കെ പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഡെമോ ട്രേഡിംഗ്, കോപ്പി ട്രേഡിംഗ് പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ആദ്യമായിട്ട് അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് റിവാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോളർ ഇൻഡെക്സിൻ്റെ ഒരു ചാർട്ടിലാണ്. ഡോളർ ഇൻഡെക്സിൻ്റെ ഒരു 2 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു അസെൻഡിങ് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ അസെൻഡിങ് ട്രയാങ്കിളിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടെ സംഭവിച്ചിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് അല്ല. കാരണം ഇതിൻ്റെ ഒരു ലോ ഷേഡോ നോക്കുകയാണെങ്കിൽ, ഒരു വിക്ക് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു റിജക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്നെ തിരിച്ച് മേലേക്ക് ഒരു റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ അതൊരു ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവുകയും പ്രൈസ് ഇവിടെ വരച്ചിട്ടുള്ള പോലെ മുകളിലേക്ക് പോവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമായിരിക്കും. ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ അതിനനുസരിച്ച് താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇനി ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിട്ട് മാറുകയാണ്, ആൻഡ് ഒരു ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് നടത്തിയതിന് ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബിറ്റ്കോയിനിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോളർ ഇൻഡെക്സും ബിറ്റ്കോയിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമുക്കറിയാം. സോ ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ താഴോട്ടായിരിക്കും പോകാനായിട്ട് പോകുന്നത്. ആൻഡ് ഡോളർ ഇൻഡെക്സ് താഴേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ മുകളിലേക്കായിരിക്കും പോകാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ചാർട്ട് ഡോളർ ഇൻഡെക്സിൻ്റെ ഈ ഒരു പാറ്റേൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണിച്ചത്. ഒരു ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ തിരിച്ച് പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ള കാര്യം നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ ക്യാൻഡിൽസ് ഇവിടെ ഫോം ആകേണ്ടതുണ്ട്. സോ അതിനനുസരിച്ചായിരിക്കും ബിറ്റ്കോയിനിൽ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ബിറ്റ്കോയിൻ ഡൊമിനൻസിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ചാർട്ടിലാണ്. ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കൃത്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈനിൽ ഒരുപാട് തവണ റെസിസ്റ്റൻസ് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഇവിടെ എല്ലാം സംഭവിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ ഒരു ഡംപ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കുറയാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എന്താ മേജർ ആയിട്ടുള്ള ഒരു ലെവൽ ഉണ്ട് ഇവിടെ. ഈ മേജർ ആയിട്ടുള്ള ലെവലിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു സിറ്റുവേഷനിലും കൂടിയാണ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ചാർട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കാരണം നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ബിറ്റ്കോയിൻ ഡൊമിനൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. സോ ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. ആൻഡ് ബിറ്റ്കോയിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഡിക്രീസ് ചെയ്യുകയും ആൻഡ് ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് മൂവ്മെൻറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഡിക്രീസ് ചെയ്യുകയും ബിറ്റ്കോയിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയുമാണ് എന്നുണ്ടെങ്കിൽ
ഓൾട്ട് കോയിൻസിൽ ഒരു പമ്പ് നമുക്ക് പ്രതീക്ഷിക്കാം, ഓൾട്ട് കോയിൻസിൽ ഒരു ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ശേഷം ഓൾട്ട് സീസൺ എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടിയാണ് ഈ പറഞ്ഞ രീതിയിൽ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ഒന്ന് കുറയുകയും അതോടൊപ്പം തന്നെ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് കുറയുന്ന സമയത്ത് ബിറ്റ് കോയിൻ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും നടത്താതെ നിൽക്കുകയുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓൾട്ട് സീസൺ പ്രതീക്ഷിക്കാം, ഒരു ഓൾട്ട് കോയിൻസിലുള്ളൊരു പമ്പ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് അതോടൊപ്പം തന്നെ ഓൾട്ട് കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾട്ട് കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് ഓൾട്ട് കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പതുക്കെ ഒന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ്റെ ഡോമിനൻസ് കുറയുകയും ഓൾട്ട് കോയിൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഓൾട്ട് കോയിൻസിൽ ഗംഭീരമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓൾട്ട് കോയിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പമ്പ് ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനാരിയോ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക, ബിറ്റ് കോയിൻ്റെ ഡോമിനൻസ് കുറയുകയും ഓൾട്ട് കോയിൻസിൻ്റെ ഡോമിനൻസ് കൂടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓൾട്ട് കോയിൻസിലെല്ലാം തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഓൾട്ട് സീസൺ നമുക്ക് കാണാൻ സാധിക്കുക. സോ ആ കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഓൾട്ട് സീസണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇവിടെ ഞാൻ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഞാനിവിടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ CPR ഇൻഡിക്കേറ്ററിൻ്റെ CPR ലെവൽസിലാണ് ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്നത്. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു CPR ലെവൽസിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു $65,000 മുതൽ ഒരു $69,000 വരെ ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ ഒരു ഡൗൺ മൂവ്മെൻറ്റ് സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ നമുക്കൊരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാണാം. ഈ രീതിയിൽ സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ മുതൽ സൈഡ് വേസ് ആയിട്ടാണ് മൂവ്മെൻറ്റ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു 61,000 അതായത് CPR S1 ലെവലായിട്ടുള്ള $61,000 വീണ്ടും ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു CPR ലെവലിൽ ഒരു റീടെസ്റ്റ് എടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു $61,000 വീണ്ടും ഒരു ഇറങ്ങി വരവ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഞാൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഗോൾഡൻ സോണിനകത്താണെന്ന് പറയാൻ പറ്റും. സോ ആ ഒരു ഗോൾഡൻ സോണിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗോൾഡൻ സോണിനകത്ത് തന്നെ പ്രൈസ് കുറച്ചുകൂടെ നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സോ വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെ വരാനായിട്ടുള്ള സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു $61,000 വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു $61,000 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റുന്നത്. സോ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്രൈസ് പോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മളിപ്പോൾ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് പ്രൈസ് പോകണമെന്നുണ്ടെങ്കിൽ ഡോളർ ഇൻഡെക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെ ഡോളർ ഇൻഡെക്സ് സംഭവിക്കണം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ലെവൽ ഈ CPR ലെവൽ അത് 69,000 എന്ന് പറയുന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് നമുക്ക് എന്താ പറയുക കുറച്ച് ദിവസങ്ങളോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അതാണ് ഒരു ബുള്ളിഷ് ആവണം എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിന് സംഭവിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഇവിടെ ഒരു 2 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു ബെയറിഷ് വെഡ്ജ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക, കൃത്യമായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് സംഭവിക്കുന്നു, ദെൻ ഒരു വെഡ്ജ് പാറ്റേൺ ഒരു ബെയറിഷ് വെഡ്ജ് പാറ്റേൺ സംഭവിക്കുന്നു, ദെൻ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് പോകുന്നു. സോ ഒരു ബെയറിഷ് വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഈ പാറ്റേൺ ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ബിറ്റ് കോയിൻ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവലാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ബെയറിഷ് വെഡ്ജ് പാറ്റേൺ ആയാലും അവിടെയും ആ ഒരു ട്രെൻഡ് ലൈൻ ബെയറിഷ് വെഡ്ജ് പാറ്റേണിൻ്റെ ഈ ഒരു താഴെയുള്ള ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു ഏരിയ ആണിത്, ഒരു കൺഫ്ലുവൻസ് ഏരിയയിലാണ് ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച്, അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ആൻഡ് ഈ ഒരു വെഡ്ജ് പാറ്റേണിലുള്ള ഒരു ബ്രേക്ക് ഔട്ട്, ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള ബ്രേക്ക് ഔട്ടുകൾ ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ്, ട്രെൻഡ് ലൈനിലായാലും റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലായാലും ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഈ ഒരു വെഡ്ജ് പാറ്റേൺ പോലെ തന്നെ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫർമേഷൻസ് ഇവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലായാൽ പോലും, നമ്മൾ 2 hour ടൈം ഫ്രെയിമിലായാൽ പോലും ഒരുപാട് കൺഫർമേഷൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഡയറക്ഷനിലേക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ബിറ്റ്കോയിൻ തിരഞ്ഞെടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. സോ ആ ഡയറക്ഷനിലേക്കുള്ള കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ട്രേഡ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൺഫർമേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ബിറ്റ്കോയിനിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ബിറ്റ്കോയിൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ ദിവസങ്ങളിലായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിന്നും എൻ്റെ അനാലിസിസിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡ് എടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.